ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സ്നാക്കാണിത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം, ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് കായ്പോളയുടെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇതിനായി 2 ഏത്തപ്പഴം ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂനട്ടും മുന്തിരിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. അതുപോലെ തന്നെ പഞ്ചസാരയും 4 ഏലക്കയും എടുത്തിട്ടുണ്ട്. പിന്നെ 4 മുട്ട. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ പഞ്ചസാരയും ഏലക്കയും ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നതിനായി 4 മുട്ടയും ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇപ്പൊ 4 മുട്ടയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലാണ് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് തയ്യാറാക്കുന്നതിനായി ഇനി പാൻ ഒന്ന് ചൂടാകാൻ വെക്കാം. ഇപ്പൊ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം വാട്ടിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് വാടി വരണം. ഇപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കോരി മാറ്റി വെക്കാം. ഈ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്തിട്ട് പഴം കൂടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതും നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ചെറുതായി വാടി വരുന്നുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അതുപോലെ ഒരു വേറെ പാൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യാത്തൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാൻ്റെ മുകളിലേക്ക് നമുക്ക് മറ്റേ പാൻ വെച്ച് കൊടുക്കണം. ഈ പാൻ ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മറ്റേ പാൻ എടുത്ത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റോളം കവർ ചെയ്ത് വെക്കണം. അതും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് റെഡി ആയോ എന്ന് അറിയാനായിട്ട് ഒന്നല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലിയോ വെച്ച് നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവ് ചെയ്തെടുക്കാം. ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വളരെ സോഫ്റ്റ് ആണ്. ഈവനിങ് സ്നാക്കായിട്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.